കേരളത്തിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് 9 ദിവസം പിന്നിടുകയാണ്. സ്വപ്ന സദൃശ്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയിട്ട് കോൺഗ്രസിന് അതിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ അവരുടെ ഹൈക്കമാൻഡിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വിഴുപ്പലക്കലുകൾ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സ് ബോർഡ് യുദ്ധങ്ങൾ നടക്കുന്നു, തെരുവിൽ അക്രമങ്ങൾ നടക്കുന്നു. ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി പിന്തുണ നൽകിയ MLA-മാർക്ക് മലബാർ മേഖലയിൽ കാലുകുത്താൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള, മുഴുവൻ മലയാളികൾക്കും അപമാനകരമായിട്ടുള്ള സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ പ്രബുദ്ധ കേരളമേ ലജ്ജിക്കൂ എന്നാണ് പറയാൻ തോന്നുന്നത്. കോൺഗ്രസ് ഈ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. BJP നേരത്തെ തന്നെ പറഞ്ഞതാണ്, BJP NDA നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇടതുപക്ഷം മാറി വലതുപക്ഷം വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഇതേ രീതിയിലുള്ള വിഴുപ്പലക്കലുകളും അതോടൊപ്പം തന്നെ അഴിമതിയും അക്രമവും അരാജകത്വവും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇടതും വലതും ഒന്നാണ്, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കെയാണ് ഈ കഴിഞ്ഞ 9 ദിവസത്തിലും. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഗുരുതരമായിട്ടുള്ള ചില ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. സ്കൂളുകൾ തുറക്കാൻ ഇനി കേവലം 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. സ്കൂൾ കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനുവേണ്ടിയുള്ള സ്കൂളുകൾ നന്നാക്കുന്നതും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മഴജന്യ രോഗങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒളിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിന് കിട്ടേണ്ട 440 കോടി രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ IAS-കാർ പരസ്പരം ചേരിതിരിഞ്ഞ് വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥ യൂണിയനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കവലച്ചട്ടമ്പികളെ പോലെ അക്രമം നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ ഈ തക്കം നോക്കി ജീവനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു നാഥനില്ല കളരിയായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ കേരളത്തിലെ ജനത വിശ്വസിച്ച അധികാരത്തിലേറ്റിയ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കാരണം, കോൺഗ്രസിന്റെ കഴിവുകേട് കാരണം ഈ കേരളത്തിൽ നാഥനില്ല കളരിയായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസ് കേരളത്തിലെ ജനതയെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനങ്ങളുടെ അമർഷം ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുകയാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് VD വേണോ, KC വേണോ, അതോ ചെന്നിത്തല വേണോ എന്നുള്ളതാണ് ചർച്ച. ആരാണെങ്കിലും ജമായത്തെ ഇസ്ലാമിയുടെ പച്ചക്കൊടി കിട്ടിയാലേ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമീറിന്റെ അടിമയാരാണ് എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. ജമായത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ അടിമയെ തേടുകയാണ്. ആ അടിമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ചില നാടകങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്നു. ഷാഫി പറമ്പിൽ കൂറുമാറിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ചില വൃത്തങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രി കഴിഞ്ഞ ദിവസം പാണക്കാട് കൊടപ്പനിക്കൽ തറവാട്ടിലേക്ക് വന്നത് ദുരൂഹമാണ്. ജമായത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് ഷാഫി പറമ്പിലിന്റെ കൂറുമാറ്റവും അതോടൊപ്പം തന്നെ കർണാടക മന്ത്രിയുടെ കൊടപ്പനിക്കൽ തറവാട്ടിലേക്കുള്ള സന്ദർശനവും കേരളത്തിൽ ജമായത്തെ ഇസ്ലാമി നിശ്ചയിക്കുന്ന ആളായിരിക്കണം മുഖ്യമന്ത്രി എന്ന അജണ്ടയുടെ പുറത്തുള്ള ശ്രമമാണ് എന്ന് BJP വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗാണ്
ആരാണ് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും അമീറിന്റെയും അടിമകളായിട്ട് മാറുന്ന കോൺഗ്രസ് ഈ കേരളത്തിൽ ഒരു കാര്യം കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം ജമായത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും മുസ്ലിം ലീഗിന്റെയും വോട്ട് കൊണ്ടല്ല, മാത്രമല്ല നിങ്ങൾ കേരളത്തിലെ അധികാര സ്ഥാനത്തെത്തിയത് എന്ന് കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ സർവ്വ അധികാരവും ജമായത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ കാൽക്കൽ അടിയറ വയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് അതിഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്താണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. കേരളം അതിഉത്കണ്ഠയോടുകൂടിയാണ് ഇതിനെ കാണാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു.